തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ വളരെ സുപ്രധാന അറസ്റ്റ് ഇന്ന് രാവിലെ എൻ.ഐ.എ നടത്തിയിരിക്കുന്നു. കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെയാണ് എൻ.ഐ.എ കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഒളിവിലായിരുന്നു ഓടക്കാലി സ്വദേശിയായ സവാദ്. പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടുമാറ്റിയ കേസിലാണ് ഈ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളെയെല്ലാം മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യുകയും ജീവപര്യന്തം വരെ വിധിച്ച കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 13 വർഷങ്ങളായി സവാദ് കേരളത്തിൽ തന്നെ ഒളിവിലായിരുന്നു എന്നാണ് ഈ അറസ്റ്റിലൂടെ മനസ്സിലാക്കുന്നത്. കേസിന്റെ പല ഘട്ടങ്ങളിലും ഒന്നാം പ്രതിയായ സവാദിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് എൻ.ഐ.എ പാരിതോഷികം വരെ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ 13 വർഷങ്ങളായി സവാദിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഒടുവിലാണ് 13 വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ണൂരിൽ നിന്ന് സവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ മറ്റു പ്രതികൾക്കെല്ലാം ശിക്ഷ വിധിച്ചൊരു ഈ ഒരു സാഹചര്യത്തിൽ ഒന്നാം പ്രതിയായ സവാദിനെതിരെയുള്ള വിചാരണകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും എത്രയും വേഗം തന്നെ സവാദിനെതിരെയുള്ള വിധി നടപ്പിലാക്കുമെന്നും എൻ.ഐ.എയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2010 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കോളേജ് പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ പ്രൊഫസർ ടി.ജെ. ജോസഫ് എഴുതിയ ഒരു ചോദ്യം മതസ്പർദ്ധ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടും കൂടി ഒരുമിച്ച് സമരം ചെയ്യുകയും പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി മഴ ഉപയോഗിച്ച് വെട്ടുമാറ്റുകയും ചെയ്യുകയായിരുന്നു. സംഭവം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ സവാദ് ഒളിവിൽ പോകുകയും എന്നാണ് അറിയാൻ സാധിച്ചത്. 13 വർഷങ്ങൾക്ക് ശേഷം സവാദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ 13 വർഷവും കേരളത്തിൽ ഒളിവിൽ കഴിയാനായി സവാദിനെ സഹായിച്ച ആളുകൾ, അവയുടെ സംഘടനകൾ എന്നിവയെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നതിൽ സംശയമില്ല. എങ്കിലും 13 വർഷങ്ങൾക്ക് ശേഷം പ്രൊഫസർ ടി.ജെ. ജോസഫിന് പൂർണ്ണമായും നീതി ലഭിച്ചുവെന്ന് നമുക്ക് പറയാം. കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായ സവാദിനെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് എൻ.ഐ.എ കോടതിയിൽ ഹാജരാക്കും. എൻ.ഐ.എക്ക് ചോദ്യം ചെയ്യാൻ വിട്ടു നൽകും. തുടർന്നായിരിക്കും തുടർ നടപടികൾ നടക്കുക എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്.